നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒട്ടേറെ പ്രേക്ഷകർ ഇപ്പോൾ തന്നെ നമ്മോടൊപ്പം സജീവമായി ചേരുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട് എല്ലാ പ്രേക്ഷകർക്കും. തിരികെ ഗുഡ് ആഫ്റ്റർനൂൺ. ഒപ്പം മഴ വിവരങ്ങൾ കൂടി പ്രേക്ഷകർ പങ്കുവെക്കുന്നുണ്ട്. മഴ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും മഴക്കെടുതിക്ക് കുറവില്ല. വരും മണിക്കൂറുകളിൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. മലപ്പുറം എടവണ്ണപ്പാറ എളങ്കാവിൽ വെള്ളം കയറി. തടത്തിൽ പള്ളിക്കടവ് റോഡ് പൂർണ്ണമായും മുങ്ങി. തോണിയിലാണ് നാട്ടുകാർ പ്രധാന പാതയിലെത്തുന്നത്. അമരമ്പലത്ത് ഉമർ ഫാറൂഖ് ഷാഫിയുടെ വീട്ടിൽ കിണറിടിഞ്ഞതായിരുന്നു. പരപ്പനങ്ങാടി ആനങ്ങാടിയിൽ കണ്ടെയ്നർ ലോറിക്ക് മുകളിൽ മരം കടപൊഴുകി വീണ് വാഹനം ഭാഗികമായി തകർന്നു. 35 വീടുകൾ മലപ്പുറം ജില്ലയിൽ ഭാഗികമായി തകർന്നെന്നാണ് കണക്ക്. കോഴിക്കോട് ചെറുപുഴയിലും ചാലിയാറിലും ജലനിരപ്പ് താഴാത്തതിനാൽ മാവൂർ, ചാത്തമംഗലം, പെരുവയൽ പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നതിനാൽ കോഴിക്കോട്ടെ വിവിധയിടങ്ങളിൽ വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുകയാണ്. 30-ലേറെ വീടുകൾ ഭാഗികമായി തകർന്നു. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂരിലെ കൊട്ടിയൂർ മാനന്തവാടി പാൽച്ചുരം പാതയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ചെറുപുഴ പ്രാപ്പോയിൽ രൈറോം റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് സമീപത്തെ വീടിന് മുകളിൽ പതിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കനത്ത മഴയിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. ആലപ്പുഴയിൽ മരം വീണു പരിക്കേറ്റ യുവാവ് മരിച്ചു. മാങ്കുളത്ത് പുഴയിൽ വീണയാളുടെ മൃതദേഹം കണ്ടെത്തി. ഇടുക്കി കരുണാപുരത്തും ഉടുമ്പൻചോലയിലും മരം വീണ് വീടുകൾ തകർന്നു. ഇടുക്കി മാങ്കുളത്ത് കാൽവഴുതി പുഴയിൽ വീണ താളുംകണ്ടം സ്വദേശി സനീഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കരുണാപുരം തണ്ണിപ്പാറയിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു. മലംകോട്ടയ്ക്കൽ രവീന്ദ്രനായരുടെ വീടാണ് തകർന്നത്. ഉടുമ്പൻചോല മേട്ടികൽ ലക്ഷ്മി കോളനിയിൽ വീടുകൾ തകർന്ന് 5-അംഗ കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു. കനത്ത മഴ തുടരുന്ന ഇടുക്കിയിൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. ആലപ്പുഴ മട്ടാഞ്ചേരി പാലത്തിന് സമീപം മരം വീണ് പരിക്കേറ്റ ബൈക്ക് യാത്രികൻ ഉനൈസ് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ആലപ്പുഴ പൂച്ചാക്കൽ വീട് തകർന്ന് 3 പേർക്ക് പരിക്കേറ്റു. എടത്വ തായങ്കരി റൂട്ടിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ KSRTC സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. കോട്ടയം കുമരകത്ത് ചെങ്ങളം മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. കോട്ടയം ജില്ലയിൽ 3 ക്യാമ്പുകൾ തുറന്നു. എറണാകുളം പള്ളിക്കരയിൽ മുട്ടംതോട്ടിൽ ജോമോൻ മാത്യുവിന്റെ വീട് മണ്ണിടിഞ്ഞ് ഭാഗികമായി തകർന്നു. രാത്രിയുണ്ടായ മണ്ണിടിച്ചിലിൽ ആളപായമുണ്ടായില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. ഒട്ടേറെ പ്രേക്ഷകർ മഴ സംബന്ധിച്ച വിവരങ്ങൾ അറിയിക്കുന്നുണ്ട്. കോഴിക്കോട് മഴയാണെന്ന് ഷംസീറ അറിയിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ റെയിൻ ഉണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. കോട്ടയത്ത് വീണ്ടും മഴ തുടങ്ങി, ചെറിയ കാറ്റുമുണ്ടെന്ന് ജോസിൻ ജോസഫ് അറിയിക്കുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് വ്യാപക മഴയുണ്ട്. പല ജില്ലകളിൽ നിന്നുള്ള മഴ വിവരങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ യൂട്യൂബിൽ പങ്കുവയ്ക്കുന്നത്. മഴക്കെടുതിയിൽ ഇന്ന് 4 പേർ മരിച്ചു. ആലപ്പുഴ മട്ടാഞ്ചേരി പാലത്തിന് സമീപം മരം വീണ് പരിക്കേറ്റ ബൈക്ക് യാത്രികൻ മരിച്ചു. സിയാദ് മൻസലിൽ ഉനൈസാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. ഇടുക്കി മാങ്കുളത്ത് കാൽവഴുതി പുഴയിൽ വീണ താളിങ്കണ്ടം സ്വദേശി സനീഷിന്റെ മൃതദേഹം കണ്ടെത്തി. പാലക്കാട് നായർകുന്ന് ചെക്ക് ഡാമിൽ വീണ് കാണാതായ മുതുകുന്നി സ്വദേശി രാജേഷിന്റെ മൃതദേഹവും ഇന്ന് കണ്ടെത്തി. തിങ്കളാഴ്ചയാണ് രാജേഷിനെ പുഴയിൽ കാണാതായത്. തിരുവനന്തപുരം മരിയനാട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരിയനാട് സ്വദേശി അലൂഷ്യസ് ആണ് മരിച്ചത്. അങ്ങനെ മഴ ദുരിതമാണ് എല്ലായിടത്തും. ഒഴുക്കിൽപ്പെട്ട വയോധിക ജീവൻ രക്ഷിക്കാൻ മരക്കൊമ്പിൽ തൂങ്ങിക്കിടന്നത് 10 മണിക്കൂർ. പാലക്കാട് ഒറ്റപ്പാലം സൗത്ത് പനമണ്ണയിലെ 78 വയസ്സുകാരി ചന്ദ്രമതിയാണ് മനോബലം കൊണ്ട് ഒഴുക്കിനെ അതിജീവിച്ചത്. അവർ പറഞ്ഞു പിന്നെ മരിച്ചിട്ടില്ല, അതാ നിൽക്കണു, പിന്നെ ഞങ്ങളേതാ നോക്കണു പറഞ്ഞു. അപ്പൊ എനിക്കും സന്തോഷമായി. രക്ഷപ്പെട്ടത് അല്ലേ? അങ്ങനെ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തോന്നിയിരുന്നോ ഞാൻ രക്ഷപ്പെടുന്നു? തോന്നിയിരുന്നോ? രക്ഷപ്പെടില്ല എന്നാ തോന്നിയത്. രക്ഷപ്പെടില്ലാന്ന് തോന്നി, തോന്നി. ഇന്നലെ രാവിലെ 6 മണിയോടെ കുളിക്കാൻ തോട്ടിലിറങ്ങിയപ്പോഴാണ് പൂക്കാട്ടുകുറിശി സ്വദേശി ചന്ദ്രമതി കാൽ വഴുതി ഒഴുക്കിൽപ്പെട്ടത്. ഏറെ നേരം ഒഴുകിയെങ്കിലും നീന്തൽ അറിയാവുന്നതിനാൽ തല മുങ്ങാതെ പിടിച്ചു നിന്നു. മരക്കൊമ്പ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിൽ കൈയെത്തി പിടിച്ചു. അങ്ങനെ നീണ്ട 10 മണിക്കൂർ. നീന്താൻ അറിയായിരുന്നു അല്ലേ? നീന്താൻ അറിയാം. എങ്ങനെ ഈ മരത്തിൽ പിടിക്കാൻ പറ്റിയത് എങ്ങനെയാ? മരത്തിനെ ഇങ്ങനെ കൈകൊണ്ട് തുഴഞ്ഞിട്ട് മരത്തിനെ പൊത്തി പിടിച്ചു. പൊത്തി പിടിച്ചിട്ട് ഇരുന്നു നിന്നോടെ. കാല് നിലത്ത് കുത്താൻ പറ്റുന്നുണ്ടായിരുന്നു? നിലത്ത് കുത്താൻ പറ്റില്ല. അമ്മയെ കാണാതായതോടെ മക്കളും നാട്ടുകാരും പോലീസിൽ വിവരമറിയിച്ച് നാടൊട്ടുക്കെ തിരച്ചിൽ നടത്തി. വൈകിട്ട് 4 മണിയോടെയാണ് ചന്ദ്രമതിയെ കണ്ടെത്തിയത്. വെള്ളത്തിൽ ഇത്രയേ ഉള്ളൂ, ഇത്രയാണ്, ബാക്കിയൊക്കെ വെള്ളത്തിലാണ്. ഇത്ര ആളുകൾ പുറത്തേക്ക് കാണുള്ളൂ, ബാക്കിയൊക്കെ വെള്ളത്തിൽ താണ് നിൽക്കുകയാണ്, മരത്താണ് ഇങ്ങനെ വെള്ളം നിൽക്കുകയാണ്. പുറത്ത് പോയിട്ടുന്ന ഒരു കയറൊക്കെ ഓടിച്ചാൽ രക്ഷിച്ചത് അത്രയും തന്നെയാണ്. റിസ്ക് പിടിച്ച പരിപാടി ഉണ്ടായിരുന്നു. ഇത്രയും പൊന്തി നീന്താനും പറ്റിയ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഏറെ നേരം വെള്ളത്തിൽ കിടന്നെങ്കിലും ചന്ദ്രമതി അമ്മ നിലവിൽ ആരോഗ്യവതിയാണ്.
എന്തായാലും ഇനി കുളിക്കാൻ തോട്ടിലേക്കില്ലെന്നാണ് ചന്ദ്രമതി അമ്മ പറയുന്നത്. ഇനി മഴക്കാലത്ത് കുളിക്കാനൊന്നും പോകണ്ട നിങ്ങൾ എന്തായാലും. ഇനി പോയില്ല. അഞ്ഞു പോയില്ല. 24 പാലക്കാട്. നമ്മളിനി പോകുന്നത് വയനാട്ടിലേക്കാണ്. വയനാട് കൽപ്പറ്റ കൈനാട്ടിയിൽ മലവെള്ളപ്പാച്ചിൽ. മലയ്ക്ക് മുകളിലെ തടയണകൾ തകർന്ന് വെള്ളവും പാറകളും ബൈപ്പാസ് റോഡിലേക്ക് പതിച്ചു. ഇതുവഴിയുള്ള ഗതാഗതം ഏറെ നേരം സ്തംഭിച്ചു. ഇന്ന് പുലർച്ചെയാണ് കൈനാട്ടി ബൈപ്പാസിലേക്ക് വെള്ളവും പാറകളും മണ്ണും കുത്തിയൊലിച്ചെത്തിയത്. തോട്ടം മേഖലയിൽ നേരത്തെ പാറമടകൾ പ്രവർത്തിച്ചിരുന്നു. മലയ്ക്ക് മുകളിൽ വെള്ളക്കെട്ടുള്ള ഇടങ്ങളുമുണ്ട്. കനത്ത മഴയിൽ ഇവ തകർന്ന് വെള്ളം ഇരച്ചെത്തുകയായിരുന്നു. ഈ കാട്ടിൽ നിന്ന് വരുന്ന അതിശക്തമായ മലവെള്ളം ഒഴുക്കാണ് ഇതിന് കാരണം. മുമ്പ് ഇവിടെ ഒരു തോടുണ്ടായിരുന്നു, അന്നൊരു സ്വാഭാവികമായ നീരൊഴുക്കായിരുന്നു. ആ ബൈപ്പാസിന് നിർമ്മാണം വന്നപ്പോൾ ഇന്ന് ആ തോട് ഇന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. തോട് നിലവിലില്ല. അപ്പോൾ ഫയർഫോഴ്സ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വന്ന് ഈ വെള്ളം റോഡിൻ്റെ സൈഡിലൂടെ തിരിച്ചുവിടാൻ സാധിച്ചതുകൊണ്ട് ഇപ്പം ഒരു പ്രയാസം കാണുന്നില്ല. മണ്ണും പാറകളും റോഡിൽ പതിച്ചതിനെ തുടർന്ന് ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. മണ്ണിടിച്ചിലുണ്ടായി, നമ്മ തന്നെ വഴി നോക്കിയിട്ട് വന്നതാ. 10 മണിക്ക് കഴിഞ്ഞിട്ട് 4 മണി വരെയും അങ്ങനെ ഉണ്ടത്ര. പോലീസും ഫയർഫോഴ്സും എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മലവെള്ളപ്പാച്ചിലുണ്ടായ മേഖലയിൽ അധികം വീടുകളില്ല. മഴ കുറഞ്ഞതോടെ ജലപ്രവാഹവും കുറഞ്ഞിട്ടുണ്ട്. 24 വയനാട്. അപ്പോൾ വയനാട്ടിൽ മഴക്കെടുതി രൂക്ഷമാണ്. ആ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് വരുന്നു. വയനാട്ടിൽ ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അങ്ങനെ മഴ മുന്നറിയിപ്പിൽ മാറ്റം വരുന്നു. വയനാട്ടിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് നിരീക്ഷണം. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട്, ഒരിടത്ത് റെഡ് അലേർട്ട്. അങ്ങനെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. വയനാട്ടിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ്. മലപ്പുറം തിരുനാവായിൽ ഭാരതപ്പുഴയുടെ തുരുത്തുകളിൽ കന്നുകാലികൾ കുടുങ്ങി. പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ 30ഓളം കന്നുകാലികളാണ് കുടുങ്ങിയത്. തവനൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടങ്ങി. തുരുത്തുകളിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതിലെ അപകട സാധ്യത 24 നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കനത്ത മഴയിൽ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ തുരുത്തുകളിൽ നിന്ന് കന്നുകാലികളുടെ നിലയ്ക്കാത്ത നിലവിളി. വേനൽക്കാലത്ത് വൻ ലാഭം ലക്ഷ്യമിട്ട് പുഴയിലെ തുരുത്തുകളിൽ തള്ളിയ മിണ്ടാപ്രാണികളാണ് പുഴയിൽ വെള്ളമുയർന്നതോടെ ഒറ്റപ്പെട്ടത്. ജലനിരപ്പ് അല്പം കൂടി ഉയർന്നാൽ എല്ലാം ഒലിച്ചു പോകും. ഇതോടെയാണ് തവനൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കന്നുകാലികളെ കരക്കെത്തിക്കാൻ നടപടി സ്വീകരിച്ചത്. 2-3 വർഷമായിട്ട് പുഴയിൽ തന്നെയാണ് അവരെ ജീവിതം മുഴുവൻ പുഴയിലായിട്ട് കുറെ കാലമായി ഞങ്ങൾ കാണുന്നത്. ഇതേപോലെ വെള്ളം കയറുമ്പോൾ ഏതെങ്കിലും കരയ്ക്ക് ഞങ്ങൾ പിടിച്ച് കയറ്റും അല്ലെങ്കിൽ ആട്ടി ഒഴിവാക്കും. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് അവരെ കിട്ടിയിട്ടില്ല. അവരിപ്പോഴും ആ മേച്ചിൽപ്പുറങ്ങളിൽ ചെറിയൊരു കരയുണ്ട്, ഒരു പുൽമോട്, അതിന്റെ മുകളിൽ നടക്കുന്നുണ്ട്. കന്നുകാലികളെ തുരുത്തിൽ തള്ളുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് തിരുനാവായ പഞ്ചായത്ത് അധികൃതർ. ആരാണോ പോത്തുടമ ഇത്തരത്തിൽ ചെയ്യുക ഇനി അനുവദിക്കൂല. കാരണം വെച്ചാൽ ഇത് സ്ഥിരമായിട്ട് ഇത്തരത്തിൽ ഇപ്പോൾ ഇവർക്ക് അറിയാലോ പുഴയിൽ വെള്ളം വരുന്നുള്ളത്. പിന്നെ കളക്ടർ ഓർഡറും ഉണ്ട്. ചെറുപ്രായത്തിൽ കന്നുകാലികളെ കൊണ്ടുവന്ന് കച്ചവടക്കാരാണ് ഭാരതപ്പുഴയിൽ മേയാൻ വിടുന്നത്. വലുതാകുമ്പോൾ ഉടമകൾ പിടിച്ചുകൊണ്ടുപോയി ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിൽക്കും. ഇക്കാണുന്ന തുരുത്തുകളിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതിന്റെ അപകടം 24 നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ്. അന്ന് ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ മിണ്ടാപ്രാണികൾക്ക് ഈ ഗതി വരില്ലായിരുന്നു. ക്യാമറാമാൻ അബിത് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. അപ്പോൾ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. തൊട്ടുമുൻപ് ഇപ്പോൾ പ്രേക്ഷകർ ചില വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. എറണാകുളത്ത് ശക്തമായ മഴയാണെന്ന് വൈഷ്ണവ് ബ്ലോഗിൽ നിന്ന് അറിയിക്കുന്നുണ്ട്. സിജി പറയുന്നത് തൃശ്ശൂരിൽ നല്ല മഴയാണ്. തൃശ്ശൂരിൽ മഴയുണ്ടോ എന്ന് നേരത്തെ ചില പ്രേക്ഷകരൊക്കെ ചോദിച്ചിരുന്നു. നല്ല മഴയാണെന്ന് സിജി ബിജു ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. തൃശ്ശൂരിലെ മഴ വിവരങ്ങൾ വേറെയും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. എറണാകുളത്ത് ഹെവി റെയിൻ എന്ന് അക്ഷയ പറയുന്നു. ദേവിക വിനോദിൽ കണ്ണൂരിൽ മഴയാണെന്ന് അറിയിക്കുന്നുണ്ട്. കോട്ടയത്തെ മഴയുടെ കാര്യം അമൃത അറിയിക്കുന്നുണ്ട്. അങ്ങനെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുന്നുവെന്നാണ് ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർ അറിയിക്കുന്നത്. UAE-യിൽ നിന്ന് ഇതിനിടെ ഒരു പ്രതികരണം വരുന്നുണ്ട്. നാട്ടിൽ മഴക്കെടുതി കാണുമ്പോൾ വിഷമമുണ്ട് എങ്കിലും UAE-യിലെ 50 ഡിഗ്രി ചൂടിൽ ഇരുന്നിത് കാണുമ്പോൾ ഒരു കൺകുളിർമ എന്നാണ് ബഷീർ കെ ഇപ്പോൾ കമന്റ് ചെയ്യുന്നത് യൂട്യൂബിൽ. ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. വയനാട് ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അജീഷ് ജയകുമാർ ഇപ്പോൾ തിരുവനന്തപുരത്തുന്നുണ്ട്. അജീഷ്, എന്തൊക്കെയാണ് മഴ മുന്നറിയിപ്പിലെ മാറ്റങ്ങൾ? അജീഷ്.
ഉമേഷ്, ഇന്ന് കേരളത്തിൽ വീണ്ടും മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട്. വയനാട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടാതെ ഒരു ജില്ലയിൽ കൂടി, പത്തനംതിട്ടയിൽ കൂടി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. ബാക്കി 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, ഒരു ജില്ലയിൽ റെഡ് അലർട്ട്. ഇങ്ങനെയാണ് പുതിയ മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പിന്നീട് തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും വയനാട്ടിൽ മാത്രം റെഡ് അലർട്ടുമാണ്. അടുത്ത 48 മണിക്കൂർ കൂടി അതിതീവ്ര മഴ കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമായിരിക്കും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുക. തെക്കൻ കേരളത്തിൽ കാര്യമായ മഴ കുറവില്ലെങ്കിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ പല മേഖലകളിലും കിട്ടുന്നുണ്ട്. തലസ്ഥാന നഗരത്തിലും അടക്കം നല്ല മഴയാണ് കിട്ടുന്നുണ്ട്. എന്തായാലും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായിരിക്കും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. എന്തായാലും വടക്കൻ കേരളത്തിൽ അല്പം സ്ഥിതി രൂക്ഷമാണ്. വയനാട്ടിൽ ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് 48 മണിക്കൂർ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ശരി, അങ്ങനെ വയനാട്ടിൽ റെഡ് അലർട്ട് എന്നതാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ്. വയനാട് ജില്ലയിലുള്ള പ്രേക്ഷകർ എല്ലാവരും ഓർക്കുമല്ലോ, വയനാട് ജില്ലയിൽ റെഡ് അലർട്ട് ഉണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക. ഷാൻവിയ പ്രതീഷ് ഒരു കാര്യം പറയുന്നു. കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ പഞ്ചായത്ത് ഓരോ കൊല്ലം കൂടുമ്പോഴും കടൽ തിന്നു തീർക്കുകയാണ്. ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാകണം, ഇടപെടണം എന്നാണ് ഷാൻവിയ ആവശ്യപ്പെടുന്നത്. മഴ വിവരങ്ങൾ വീണ്ടും പ്രേക്ഷകർ ഇപ്പോൾ സജീവമായി തന്നെ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കോഴിക്കോട്ട് മഴയുടെ കാര്യം ശ്രീരാജ് കാലിക്കറ്റ് അറിയിക്കുന്നുണ്ട്. അങ്ങനെ വിവിധ ജില്ലകളിൽ നിന്നുള്ള മഴ വിവരങ്ങൾ ഇപ്പോൾ സജീവമായി തന്നെ പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നു. വയനാട് കല്ലൂർ മാറോട് കാട്ടാന ആക്രമണത്തിൽ മരിച്ച രാജുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മന്ത്രി OR കേളു അറിയിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് ധാരണയായത്. കല്ലൂർ ടൗണിൽ കോഴിക്കോട് കൊല്ലകൽ ദേശീയപാത ഉപരോധിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ഇതിനിടെ സ്ഥലത്തെത്തിയ മന്ത്രി OR കേളുവിനോട് ഒരു വിഭാഗം കയർത്തു. തുടർന്ന് മന്ത്രി രാജുവിന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ടു. 101 ആംബുലൻസ് വിളിച്ചപ്പോൾ ഒരു ആംബുലൻസ് പോലും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. എന്നിട്ട് കാറിലാണ് റിസ്ക് എടുത്ത് കൊണ്ടുപോയത്. മൃതദേഹമായി എത്തിയ ആംബുലൻസ് ദേശീയപാതയിൽ നിർത്തിയിട്ട് പ്രതിഷേധം തുടർന്നു. പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമായി. സാധാരണ കൊടുക്കുന്ന 10 ലക്ഷം രൂപ ഒന്ന് കൊടുക്കും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ 10 ലക്ഷം കൊടുക്കും. ഇൻഷുറുമായി ബന്ധപ്പെട്ടിട്ട് അധികം 1 ലക്ഷം കൂടി കൊടുക്കും. ഉള്ള വീട് വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവർക്ക് പുതിയ ഒരു വീട് അനുവദിച്ചു കൊടുക്കും. മന്ത്രിയുടെ പ്രഖ്യാപനത്തോടെയാണ് മൃതദേഹം കൊണ്ടുപോയത്. ഞായറാഴ്ച രാത്രിയാണ് വീടിനടുത്ത് വെച്ച് 48-കാരനായ രാജുവിനെ കാട്ടാൻ ആക്രമിച്ചത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് മരണം. 24 വയനാട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ സംസ്ഥാനത്ത് ഒരു പനിമരണം കൂടി എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. H1N1 ബാധിച്ച് മലപ്പുറത്ത് ഒരാൾ മരിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നു. പൊന്നാനി സ്വദേശിയായ ആളാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയുന്നത്. തൃശൂർ കുന്നംകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരണമെന്ന് കൂടി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സംസ്ഥാനത്ത് ഒരു പനിമരണം കൂടി. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർവകലാശാല വൈസ് ചാൻസലർക്ക് വീഴ്ച പറ്റിയെന്ന ജുഡീഷ്യൽ കമ്മീഷന്റെ കണ്ടെത്തൽ. പരാതി ഉയർന്നിട്ടും VC ആയിരുന്ന MR ശശീന്ദ്രനാഥ് സമയബന്ധിതമായി നടപടി എടുത്തില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഗവർണർ നിയോഗിച്ച ജസ്റ്റിസ് ഹരിപ്രസാദ് കമ്മീഷനാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. VA ഗിരീഷ് തിരുവനന്തപുരത്ത് എന്നീ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഗിരീഷ്, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു റിപ്പോർട്ടിൽ? ഗിരീഷ്. ഉന്മേഷ്, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ജസ്റ്റിസ് ഹരിപ്രസാദ് കമ്മീഷന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വൈസ് ചാൻസലർക്ക് തന്നെ ഇക്കാര്യത്തിൽ വീഴ്ച പറ്റി. വലിയ തരത്തിലുള്ള മർദ്ദനം ഏറ്റിട്ടും അത് സംബന്ധിച്ച പരാതികൾ ഉയർന്നിട്ടും അതിനുശേഷം സിദ്ധാർത്ഥൻ മരണപ്പെട്ടിട്ടും ഇത് സമയബന്ധിതമായ നടപടികൾ എടുക്കാൻ വൈസ് ചാൻസലർ തയ്യാറായില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത്. മറ്റൊന്ന്, പൂക്കോട് വെറ്ററിനറി സർവകലാശാല ക്യാമ്പസിൽ അരാജകത്വമാണ്
എന്ന റിപ്പോർട്ട് അടിവരയിടുന്നു. ക്യാമ്പസിൽ അച്ചടക്കം നിലനിർത്തുന്നതിൽ വലിയ തരത്തിലുള്ള വീഴ്ചയുണ്ടായി. ക്യാമ്പസ് ഭരിച്ചിരുന്നത് ചില സീനിയർ വിദ്യാർത്ഥികളാണ്. ഇവർ തന്നെയാണ് ഹോസ്റ്റലും നിയന്ത്രിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ കമ്മീഷന്റെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത്. ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡൻ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇത് തടയുന്നതിൽ ഡീനും പരാജയപ്പെട്ടു. സിദ്ധാർത്ഥന് മർദ്ദനമേറ്റ സാഹചര്യം തടയാൻ ഇവർക്കായില്ല. ദിവസങ്ങളായി മർദ്ദനമേറ്റ സിദ്ധാർത്ഥന്റെ രക്ഷയ്ക്ക് ഡീനും അസിസ്റ്റന്റ് വാർഡനും എത്തിയില്ല എന്ന ഗുരുതരമായ കണ്ടെത്തൽ കൂടി കമ്മീഷന്റെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം ഇവർ സിദ്ധാർത്ഥന് ചികിത്സ നൽകിയില്ല, ഹോസ്റ്റൽ വാർഡൻ എന്ന ചുമതല നിറവേറ്റിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഹരിപ്രസാദ് കമ്മീഷന്റെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത്. ഇക്കാര്യത്തിൽ ഗവർണർ ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം സ്വാഭാവികമായും കുറ്റക്കാർക്കെതിരെ വീണ്ടും നടപടി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഉന്മേഷ്. ശരി, വി എ ഗിരീഷാണ് റിപ്പോർട്ട് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. മഴക്കെടുതി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. മലപ്പുറം ചങ്കരംകുളം വളയംകുളത്ത് ബസ് സ്റ്റോപ്പ് നിലം പതിച്ചു. കനത്ത മഴയിൽ ബസ് സ്റ്റോപ്പ് തകർന്നു വീഴുകയായിരുന്നു എന്ന സമീറിൻ കരീം അറിയിക്കുന്നുണ്ട്. അജീഷ് ജയകുമാർ ഒരു കാര്യം അറിയിക്കുന്നു. കാര്യവട്ടത്ത് സർവകലാശാല ക്യാമ്പസിന് മുന്നിൽ സംസ്ഥാന പാതയിൽ മരം വീണു, ആളപായമില്ല. അഗ്നിശമന സേനയെത്തി മരം മുറിച്ചു മാറ്റുന്നു. അവിടെ ഗതാഗത തടസ്സമുണ്ടെന്ന് അജീഷ് അറിയിക്കുന്നു. ആ വഴി കടന്നുപോകുന്ന ആളുകൾ ഓർക്കുക, മേഖലയിൽ അവിടുത്തെ ഗതാഗത തടസ്സം സംബന്ധിച്ച് മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ അഗ്നിശമന സേന ഇപ്പോൾ നടത്തുന്നു എന്നാണ് അജീഷ് ജയകുമാർ അറിയിച്ചിരിക്കുന്നത്. അടുത്ത റിപ്പോർട്ടിലേക്ക് കൂടി. തിരുവനന്തപുരം ആമിഴഞ്ചാൻ തോട്ടിൽ മരിച്ച ശുചീകരണ തൊഴിലാളി എൻ ജോയിയുടെ മാതാവിന് 10 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ ധനസഹായം നൽകും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തുക അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അതിനിടെ അപകടത്തിൽ മരിച്ച ജോയിയെ പഴിചാരി കരാറുകാർ രംഗത്തെത്തി. ജോയി സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചില്ല എന്ന് സൂപ്പർവൈസർ കുമാർ 24നോട് പറഞ്ഞു. നമ്മുടെ ഈ പുള്ളിക്കാരന്റെ ഒരു അനാസ്ഥത കൊണ്ടാണ് അത് സംഭവിച്ചത്. എന്താന്ന് പറയൂ, അയാൾക്ക് നമ്മുടെ ഗ്ലൗസ്, നമ്മുടെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. പുള്ളിക്കാരന്റെ ഒരു അതിനും പുള്ളിക്കാരന്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പറയണത് ഇത് കള്ളമാണെങ്കിൽ അവിടെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നമുക്ക് നിങ്ങൾ പറയുന്ന അല്ല, നിങ്ങളുടെ വെർഷൻ ഇതിപ്പോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആരും സംസാരിച്ചിട്ടില്ല. എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. ഒരു അപകടം പറ്റി ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളൊരു ഇതായിട്ട് പുള്ളിക്കാരനെ പണിക്ക് കൊണ്ടുവന്നു ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. കാരണം അനാസ്ഥത കാരണമാണ് അങ്ങനെ അവിടെ സംഭവിക്കേണ്ടി വന്നത്. അതിന് പിറകെ ഇപ്പൊ ഞാനിവിടെ ശമ്പളത്തിൽ നിൽക്കുന്നത് സൂപ്പർവൈസറായിട്ട്. പക്ഷേ ഇത് കാര്യം ഭയങ്കരമായിട്ട് ഈ വാരത്തിൽ ഇങ്ങനെ പറയും. അതാണ് എൻ ജോയിയുടെ മരണത്തിൽ തിരുവനന്തപുരം മേയർക്ക് വീഴ്ചയുണ്ടായെന്നാരോപിച്ച് യുവജന സംഘടനകൾ കോർപ്പറേഷനിലേക്ക് പ്രതിഷേധവുമായി എത്തി. കോർപ്പറേഷനിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. കോർപ്പറേഷൻ വളപ്പിലേക്ക് കടന്ന യൂത്ത് ലീഗ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. മേയർ ആര്യ രാജേന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് മേയറുടെ ചേംബറിൽ BJP കൗൺസിലർമാർ പ്രതിഷേധിച്ചു. ഇപ്പോൾ കോട്ടയം വെള്ളിക്കുളത്ത് നല്ല മഴയാണ് എന്നുള്ള കാര്യം ഒരു പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. ഇതൊന്ന് പറയണം എന്നാണ് ജാൻസി പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നു. ജെറിൻ ഒരു കാര്യം അറിയിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ഭിന്നശേഷി സൗഹൃദമല്ലാത്തതിനാൽ ഞാനടക്കമുള്ള ഭിന്നശേഷിക്കാരുടെ യാത്രകൾ വളരെ ബുദ്ധിമുട്ടിലാണ്. സാധാരണക്കാർ സഞ്ചരിക്കുന്ന ബസ്സിലും മറ്റും വീൽ ചെയറുമായി സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ പൊതുഗതാഗതം ഇത്തരത്തിൽ ഭിന്നശേഷി സൗഹൃദം ആകുന്നതിനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ജെറിൻ ആവശ്യപ്പെടുന്നത്. മാലിന്യം പേറുന്ന തോടുകളും പുഴകളും 24 വാർത്താ പരമ്പര കണ്ണു തുറക്കൂ. കണ്ണു തുറക്കൂ കാണൂ വാർത്താപ്പറമ്പിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കോടികളുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടും മാലിന്യം നിറഞ്ഞ ഫോർട്ട് കൊച്ചി രാമേശ്വരം കനാൽ. 5.8 കിലോമീറ്റർ കനാലിന്റെ പകുതിയിൽ അധികവും മാലിന്യമാണ്. അധികാരികൾ ഇത് കണ്ണു തുറന്ന് കാണണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. വിനോദസഞ്ചാരികളുടെ പറുദീസയാകാൻ തയ്യാറെടുക്കുന്ന പശ്ചിമ കൊച്ചിയിൽ ചീനവലകൾ മാത്രമല്ല, സഞ്ചാരികളുടെ മനം മടിപ്പിക്കുന്ന കാഴ്ചകളും ഏറെയുണ്ട്. കൊച്ചി എത്തി. ജലം ജീവന്റെ ഉറവിടം. കേരള ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ ആക്ട് പ്രകാരം തോട്, കനാൽ, നദി ഇവയിലേക്ക് മലിനജലം ഒഴുക്കുന്നതോ ഖരമാലിന്യം നിക്ഷേപിക്കുന്നതോ കുറ്റകരമാണ്. കേരള ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ ഓർഡിനൻസ് 27/2017 പ്രകാരം ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നവർക്ക്
3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ പിഴയോ ഇവ രണ്ടും ഒരുമിച്ചോ ശിക്ഷ ലഭിക്കാവുന്നതാണ്. ഒപ്പ് സെക്രട്ടറി, കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ. ചുള്ളിക്കലുള്ള ഒരു ബോർഡാണ് കോർപ്പറേഷന്റെ. ഈ ബോർഡിന് സമീപത്തൊരു തോട് ഒഴുകുന്നുണ്ട്. അത് ഒഴുകുന്നില്ല, ഒഴുക്ക് നിലച്ചിരിക്കുകയാണ്. ആ തോടിന്റെ അവസ്ഥ എന്താണ് എന്നൊന്ന് കാണാം. പണ്ട് പേരിനെങ്കിലും ഒരു കരാറുകാരനെ കണ്ടെത്തി കരാറ് നടത്തി ഒരു കൊട്ട വഞ്ചി വള്ളത്തിലൊക്കെ സാധാരണ കരാർ പണിക്കാരെയൊക്കെ കയറ്റിയിട്ട് ഇതിൻ്റെ മേളിലുള്ള ചെളി കലക്കി വിടുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. അത് വെറുതെ ജനങ്ങളെ കണ്ണിപ്പൂടിടാൻ വേണ്ടിയിട്ടുള്ള പ്രഹസനങ്ങളായിരുന്നു. അതുപോലും ഇപ്പോൾ ഈ നമ്മളുടെ രാമേശ്വരം കനാലിൽ, ഈ മാന്ത്ര കനാലിൽ കാണാൻ കഴിയുന്നില്ല. രാമേശ്വരം കനാലിലൂടെ ഒഴുകി അറബിക്കടലിലെത്തിയ കോടികൾക്ക് കണക്കില്ല. എന്നാൽ കോടികളൊന്നും കനാലിനും പ്രദേശവാസികൾക്കും ഒരു ഗുണവും ചെയ്തിട്ടില്ല. 96 മുതൽ കോടിക്കണക്കിന് രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ ശുചീകരണത്തിന് നടക്കുന്നത്. ഇത് പലപ്പോഴും നടക്കുന്നത് ഇതിൻ്റെ ശുചീകരണത്തിൻ്റെ ആഴത്തിലുള്ള ശുചീകരണം നടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ കനാലിൻ്റെ ആഴത്തിലുള്ള ശുചീകരണം നടക്കുകയാണെങ്കിൽ തന്നെ കൊച്ചിയുടെ ഏതാണ്ട് വെള്ളക്കെട്ടിന് ഒരു ശാശ്വതമായിട്ടുള്ള രീതിയിലുള്ള ഒരു പരിഹാരം കാണാനായിട്ട് സാധിക്കും. കനാലിന്റെ ആഴം കൂട്ടണം, ഇരുവശങ്ങളും കമ്പിവേലി കെട്ടണം. ഇതിനെല്ലാം അപ്പുറം മാലിന്യം കനാലിലേക്ക് വലിച്ചെറിയില്ലെന്ന് പ്രദേശവാസികൾ തീരുമാനിക്കണം. രാമേശ്വരം കനാലിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് എത്രയോ വട്ടം പറഞ്ഞതാണ്. പക്ഷേ ഇത്തവണ പറയുന്നത് ജോയിക്ക് വേണ്ടിയാണ്, ജോയിമാർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. അതിന് പൊതുസമൂഹവും അധികാരവർഗവുമെല്ലാം ഒരുമിച്ച് പരിശ്രമിക്കണം. കൊച്ചിയിൽ നിന്ന് സച്ചിനൊപ്പം വിഷ്ണു സുരേഷ്, 24. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. മഴ സംസ്ഥാനത്തുടനീളമുണ്ട്. വിവിധ ജില്ലകളിൽ നിന്നുള്ള മഴ വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകർ യൂട്യൂബിൽ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിവിധ ജില്ലകളിൽ നിന്നുള്ള മഴ വിവരങ്ങൾ. കണ്ണൂരിലെ മഴയുടെ കാര്യം എബിൻ അറിയിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ ഹെവി റെയിനാണെന്ന് പറയുന്നുണ്ട്. മലപ്പുറത്തെ മഴയുടെ കാര്യം പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. കോട്ടയത്ത് റെയിനാണ് എന്ന് ഫസ്ന പറയുന്നു. അങ്ങനെ തൃശ്ശൂരിലെ മഴയുടെ കാര്യം ആമിനെ അറിയിക്കുന്നു. വയനാട്ടിലും മഴ തന്നെ എന്ന് വസന്തകുമാരി പറയുന്നു. അങ്ങനെ സംസ്ഥാന വ്യാപകമായി കനത്ത മഴയാണ്. ജാഗ്രത നിർദ്ദേശങ്ങൾ പലയിടങ്ങളിലുമുണ്ട്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ട് തുടരുമല്ലോ. കർണാടകയിൽ സ്വകാര്യ മേഖലയിൽ കന്നഡ സംവരണം. സ്വകാര്യ സ്ഥാപനങ്ങളിൽ കർണാടക സ്വദേശികൾക്ക് സംവരണം നൽകുന്ന ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി. 50% മാനേജ്മെന്റ് പദവികളിലും 75% നോൺ മാനേജ്മെന്റ് ജോലികളിലും കന്നഡിഗരെ നിയമിക്കണമെന്നാണ് ബില്ലിലെ ശുപാർശ. അരുൺ പൂപ്പറമ്പ ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. അരുൺ, ഏതൊക്കെ മേഖലകളിലാണ് ഈ ശുപാർശ, ഈ സംവരണത്തിന്? അരുൺ. ഉന്മേഷ്, ഇത് സർക്കാരിന്റെ നേരത്തെ തന്നെ പരിഗണനയിലുള്ള ഒരു വിഷയമാണ്. അതിൽ ഇപ്പോൾ മന്ത്രിസഭ ഈ ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുന്നു എന്നതാണ് ഇതിൽ പുതിയതായി വന്ന വിവരം. അത് നേരത്തെ തന്നെ കന്നഡ സംഘടനകളൊക്കെ ഇതിൽ ഈ സ്വകാര്യ മേഖലയിൽ 100% കന്നഡ സംവരണം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. അതിൽ വലിയ ഈ സർക്കാരിന് മുന്നിൽ തന്നെ പല ഘട്ടങ്ങളിലായി ആവശ്യം ഈ സംഘടനകൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ സർക്കാർ ഇത് പരിഗണനയിലുണ്ട്, അതിൻ്റെ കൂടുതൽ പഠനങ്ങൾ നടത്തുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ ഘട്ടത്തിൽ വിശദീകരിച്ചിരുന്നത്. ഇതിൽ പ്രധാനമായും നമുക്കറിയാം, കർണാടകയിലെ സ്വകാര്യ മേഖലയിൽ കൂടുതൽ, അതായത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവരാണ് കൂടുതൽ. പ്രത്യേകിച്ച് നമുക്കറിയുന്നത് പോലെ തന്നെ ബംഗളൂരുവിൽ IT മേഖലയിലൊക്കെ അവിടെ കമ്പനികളിൽ കന്നഡിഗർ കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെയാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ജോലി തേടി എത്തുന്നവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ ബില്ല് ഇത് നടപ്പിലായാൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. നിലവിൽ ഈ ബില്ലിൽ പറയുന്നത് 50% മാനേജ്മെന്റ് വിഭാഗത്തിലും അതോടൊപ്പം തന്നെ ഇതര വിഭാഗങ്ങളിലെ ജോലികളിൽ 75% കന്നഡ സംവരണം വേണം എന്നതാണ് ഈ ബില്ലിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ പ്യൂൺ, അതോടൊപ്പം ഈ സ്വീപ്പർ ജോലികളിൽ പൂർണ്ണമായും കന്നഡിഗർ ആയിരിക്കണമെന്നതും ഈ ബില്ലിൽ പറയുന്നുണ്ട്. ഇത് എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാകും എന്ന കാര്യമാണ് പ്രധാനമായും ഇപ്പോൾ ഈ തീരുമാനം പുറത്തു വന്നതിന് ശേഷം ഈ IT കമ്പനികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. വലിയ വിമർശനം സർക്കാരിനെതിരെ അവർ ഉയർത്തുന്നുണ്ട്. ഇത് പ്രായോഗികമായിട്ടുള്ള ഒരു തീരുമാനമല്ല, ഇത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഇതിനകം തന്നെ IT കമ്പനികളുടെ ഭാഗമായിട്ടുള്ളവർ അവരുടെ പ്രതികരണം നടത്തുന്നുണ്ട്. സർക്കാർ ഇതിൽ ഇപ്പോൾ നടൻ ആസിഫ് അലി മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് പോകുന്നു. നേരത്തെ രമേശ് നാരായണുമായി ബന്ധപ്പെട്ട വിവാദം പ്രേക്ഷകർ ഓർക്കുമല്ലോ. ആസിഫ് അലിയുടെ പ്രതികരണത്തിലേക്ക് രമേശ് നാരായണൻ ആസിഫ് അലിയുടെ അതിന് മാപ്പ് പറയുകയും ചെയ്തു, ഭേദപ്രകടനം നടത്തുകയും ചെയ്തു.
ശരി, അപ്പോൾ ആസിഫ് അലി അവിടെ ഒരു പ്രോഗ്രാമിന് എത്തിയതാണ്. അതിനുശേഷം ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാമെന്ന് ആസിഫ് അലി പറയുന്നു. ഇന്നലെ എൻകൗണ്ടർ പ്രൈമിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ രമേശ് നാരായണൻ ആസിഫ് അലിയുടെ ഖേദപ്രകടനം നടത്തിയിരുന്നു. ഇപ്പോൾ ആസിഫ് അലിയുടെ പ്രതികരണം അല്പസമയത്തിനകം നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അടുത്ത റിപ്പോർട്ടിലേക്ക്. ഗുജറാത്തിൽ ചാന്ദിപുര വൈറസ് വ്യാപനത്തിൽ മരണം 8. ഒരാഴ്ചയ്ക്കിടെ 6 കുട്ടികളാണ് മരിച്ചത്. രോഗലക്ഷണങ്ങളുമായി 15 പേരാണ് ചികിത്സ തേടിയത്. പനി രൂക്ഷമാവുകയും തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കുന്നതുമാണ് ചാന്ദിപുര വൈറസ് ബാധയുടെ രീതി. 72 മണിക്കൂറിനുള്ളിൽ രോഗം മൂർച്ഛിച്ച് രോഗി മരണത്തിലേക്ക് നീങ്ങുന്നു. ജൂലൈ 10 ഗുജറാത്തിലെ സബർഗന്ത ജില്ലാ ആശുപത്രിയിൽ 4 കുട്ടികൾ രോഗലക്ഷണങ്ങളുമായി മരിച്ചത്. ഇവരുടെ രക്തസാമ്പിളുകൾ പൂനെ വൈറോളജി ലാബിൽ അയച്ച് സ്ഥിരീകരിച്ചു. അപ്പോഴേക്കും രോഗലക്ഷണങ്ങളുമായി 4 പേർ കൂടി ആശുപത്രിയിലെത്തി. സബർഗന്ത, ആരവല്ലി, ഖേദ്, മേസാന, രാജ്കോട്ട് എന്നീ ജില്ലകളിലായി 15 കേസുകളാണ് ഒരാഴ്ചക്കിടെ റിപ്പോർട്ട് ചെയ്തത്. രോഗലക്ഷണങ്ങളുമായി കൂടുതൽ പേർ ആശുപത്രിയിൽ എത്താൻ തുടങ്ങിയതോടെ ഗുജറാത്ത് സർക്കാർ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പനി ബാധിക്കുന്ന എല്ലാവരും ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തണമെന്നാണ് നിർദ്ദേശം. 1965 മഹാരാഷ്ട്രയിലെ ചാന്ദിപുരയിൽ കണ്ടെത്തിയ വൈറസിന് ഇതുവരെ ഫലപ്രദമായ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. രോഗലക്ഷണങ്ങൾക്കാണ് ചികിത്സ. 2003-2004 കാലഘട്ടങ്ങളിൽ ഗുജറാത്തിലും ആന്ധ്രാപ്രദേശിലും മഹാരാഷ്ട്രയിലുമൊക്കെയായി 300-ലധികം പേരുടെ ജീവനെടുത്ത വൈറസാണിത്. രോഗം പരത്തുന്നത് കൊതുകുകളും ഈച്ചകളുമായതിനാൽ സംസ്ഥാന വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട്. 24 മുംബൈ. അങ്ങനെ ഒരു പുതിയ വൈറസ് ബാധയുടെ വാർത്ത കൂടി വരികയാണ്. ഇപ്പോൾ ശ്രീകുമാരൻ ഒരു കാര്യം അറിയിക്കുന്നു. ശക്തമായ കാറ്റിലും മഴയിലും വീണ്ടും പത്തനംതിട്ടയിൽ നാശനഷ്ടം. പത്തനംതിട്ട ചിറ്റാറിൽ പശുഫാമിന് മുകളിലേക്ക് മരം വീണു. ഫാമിന്റെ ഒരു ഭാഗം തകർന്നുവെന്നാണ് ശ്രീകുമാരൻ ഇപ്പോൾ അറിയിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള വാർത്തയില്ലേ എന്നാണ് സിബിൻ ബാബുവിന്റെ ചോദ്യം. അവിടെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴയുണ്ടെങ്കിൽ ജലനിരപ്പ് സ്വാഭാവികമായും ഉയരും. ഏതെങ്കിലും തരത്തിൽ മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ വരികയാണെങ്കിൽ അത് നമ്മൾ പ്രേക്ഷകരിലേക്ക് കൃത്യസമയത്ത് എത്തിക്കുകയും ചെയ്യും. ജമ്മു കാശ്മീരിലെ ഡോഡ ജില്ലയിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. 4 സൈനികരുടെ വീരമൃത്യുവിന് കാരണക്കാരായ ഭീകരരെ ഉടൻ കണ്ടെത്തുമെന്നും നുഴഞ്ഞുകയറ്റം ശാശ്വതമായി തടയുകയാണ് ലക്ഷ്യമെന്നും സൈന്യം അറിയിച്ചു. വനമേഖലകളിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്നാണ് നിഗമനം. സ്ഫോടക വസ്തുക്കൾ തിരിച്ചറിയാൻ സാധിക്കുന്ന ഉപകരണങ്ങൾ സഹിതമാണ് സൈന്യത്തിന്റെ പരിശോധന. ഡോഡയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഭീകരാക്രമണത്തിൽ ക്യാപ്റ്റൻ ഉൾപ്പെടെ 4 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. ക്യാപ്റ്റൻ ബ്രിജേഷ് ഥാപ്പ, നായിക് ഡി രാജേഷ്, സൈനികരായ ബിജേന്ദ്ര, അജയ് നരുക എന്നിവർക്ക് നേരെ ഭീകരർ ഒളിയാക്രമണം നടത്തുകയായിരുന്നു. പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രാദേശിക വിഭാഗമായ കശ്മീർ ടൈഗേഴ്സാണ് ആക്രമണം നടത്തിയതെന്ന് സൈന്യം കണ്ടെത്തിയിട്ടുണ്ട്. ഡോഡയിൽ നിന്ന് 55 കിലോമീറ്റർ അകലെയുള്ള ദേശ ഫോറസ്റ്റ് ബെൽറ്റിലെ ധാരി ഗോട്ടെ ഉരാർബാഗിലായിരുന്നു ഏറ്റുമുട്ടൽ. ഭട്ട മേഖലയിലടക്കം ഭീകരരുടെ ആക്രമണ പദ്ധതി സൈന്യം തകർത്തു. ഭീകരവാദം ഇല്ലാതാക്കുക തന്നെ ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. 24 ഡൽഹി. ഇതിൽ ഒരു പ്രേക്ഷകൻ പ്രശാന്ത് പറയുന്നുണ്ട്, നമ്മൾ കേരളത്തിലെ മഴവിവരം മാത്രമാണല്ലോ പറയുന്നത്, കോയമ്പത്തൂരിലും നല്ല മഴയുണ്ടെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മുഹസിൽ പറയുന്നു ദുബൈയിലെ ചൂട് സംബന്ധിച്ച കാര്യം 50 ഡിഗ്രിയാണ് അവിടെ താപനില എന്ന് പറയുന്നു. ചുട്ടുപൊള്ളുന്ന അവസ്ഥയാണെന്നാണ് അറിയിക്കുന്നത്. പ്രേക്ഷകർ സജീവമായി തന്നെ പല വിവരങ്ങൾ ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിനി പത്തനംതിട്ടയിലേക്ക് പോകുന്നു. പത്തനംതിട്ടയിൽ പീഡനക്കേസ് പ്രതി CC സജിമോനെ CPIM ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയ തീരുമാനം റദ്ദാക്കി സംസ്ഥാന നേതൃത്വം. തിരുവല്ല ഏരിയ കമ്മിറ്റിയുടെ തീരുമാനമാണ് തിരുത്തിയത്. പ്രാഥമിക അംഗത്വം നൽകാനുള്ള കൺട്രോൾ കമ്മീഷൻ തീരുമാനം മാത്രം നടപ്പിലാക്കാനാണ് നിർദ്ദേശം. തിരുവല്ല ഏരിയ നേതൃത്വത്തിന് കനത്ത തിരിച്ചടിയാണ് സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം. പീഡനാരോപണമടക്കം നേരിടുന്ന സജിമോനെ പാർട്ടിയിൽ തിരിച്ചെടുക്കാമെന്നായിരുന്നു കൺട്രോൾ കമ്മീഷന്റെ തീരുമാനം. എന്നാൽ ഏരിയ നേതൃത്വം ഇടപെട്ട് സജിമോനെ തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. ഇതോടെ പാർട്ടിയിൽ പ്രശ്നമായി. ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ എതിർച്ചേരി പരസ്യമായി രംഗത്ത് വന്നു. ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് തന്നെ സംസ്ഥാന നേതൃത്വത്തിന് പരാതികളുടെ പ്രളയം. ഇതെല്ലാം കണക്കിലെടുത്താണ് കൺട്രോൾ കമ്മീഷൻ തീരുമാനത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടുള്ള നടപടി വിലക്കിക്കൊണ്ട് കർശന നിർദ്ദേശം വന്നത്. ജില്ലാ നേതൃത്വം കഴിഞ്ഞ ദിവസം ഏരിയ കമ്മിറ്റി വിളിച്ച് പുതിയ തീരുമാനം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. സജിമോനെതിരായ കേസുകൾ വിചാരണ ഘട്ടത്തിലിരിക്കെയാണ് പാർട്ടി അംഗത്വം പുനഃസ്ഥാപിച്ചത്. 24 പത്തനംതിട്ട. ഇപ്പോൾ ഈ പത്തനംതിട്ട സംഭവത്തിൽ നമ്മളിപ്പോൾ നൽകിയ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ആ സംഭവത്തിൽ CC സജിമോനെ തിരഞ്ഞെടുത്ത സംഭവത്തിൽ MV ഗോവിന്ദന്റെ പ്രതികരണം വരുന്നു. സംഘടനാ നടപടി ഉണ്ടായാൽ തിരുത്തി അത്തരക്കാരെ പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നാണ് MV ഗോവിന്ദൻ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. കാപ്പ കേസ് പ്രതികൾ ഉൾപ്പെടെ CPIMലേക്ക് എടുത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് അവരൊക്കെ RSSന്റെ തനി സ്വരൂപങ്ങളാണ്, അവരെ സംസ്കരിക്കണം, അവരെ കമ്മ്യൂണിസ്റ്റുകളാക്കാൻ സമയമെടുക്കും എന്നാണ് MV ഗോവിന്ദന്റെ പ്രതികരണം വരുന്നത്. H1N1 ബാധിച്ച് മലപ്പുറത്ത് ഒരാൾ മരിച്ചു. പൊന്നാനി സ്വദേശിയാണ് മരിച്ചത്. തൃശൂർ കുന്നംകുളത്തെ ആശുപത്രിയിൽ ചികിത്സ
ചികിത്സയിലായിരുന്നു. സമീർ ബിൻ കരീമുണ്ട് മലപ്പുറത്ത് നിന്ന്. സമീർ, വിവരങ്ങൾ. ഉന്മേഷ് H1N1 ബാധിച്ച് പൊന്നാനി സ്വദേശിനിയായിരിക്കുന്ന 47-കാരിയാണ് മരിച്ചിരിക്കുന്നത്. സൈഫുന്നീസ എന്ന് പറയുന്ന സ്ത്രീ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രി ചികിത്സയിൽ കഴിയവെയാണ് ഇന്ന് രാവിലെ മരണം സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പനിയെ തുടർന്ന് ഈ യുവതിയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് പനി ഗുരുതരമായതിനെ തുടർന്ന് ഇവരെ കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെ വെച്ചാണ് H1N1 സ്ഥിരീകരിച്ചതെന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നത്. എന്തായാലും പൊന്നാനിയിൽ ശരി സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ നടൻ ആസിഫ് അലി എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണം. നല്ലൊരു മറുപടി തരാൻ പറ്റുന്ന നല്ലൊരു ചോദ്യം തന്നെ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ചോദിച്ച ചോദ്യം, സാധാരണ നമുക്ക് ഉപദേശങ്ങൾ തരാറുള്ളത് നമ്മുടെ പ്രിൻസിപ്പളും ടീച്ചേഴ്സുമാണ്. തിരിച്ചൊരു ഉപദേശം കൊടുക്കാൻ ഞാൻ ഇന്നൊരു അവസരം തന്നാൽ എന്ത് ഉപദേശം കൊടുക്കും എന്നാണ് ഞാൻ ചോദിച്ചത്. അന്ന് എനിക്ക് കിട്ടിയ മറുപടി ഉണ്ടല്ലോ, അതാണ് റോയൽ ആൽബർട്ട്സ് എന്ന് വിളിക്കാൻ ഞാൻ കാരണം. വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ വന്നു നിൽക്കുന്നത്. എന്റെ ജീവിതത്തിലെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഈ നിമിഷം ഞാൻ കാണുന്നു. കരിയർ തുടങ്ങിയത് ഈ കോളേജിന്റെ മുറ്റത്തു നിന്നാണ്. ഇത് ഇത്രയും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം. താങ്ക് യു. എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിലെ പരിപാടിയിലാണ് ഇപ്പോൾ നടൻ ആസിഫ് അലി പങ്കെടുക്കുന്നത്. വലിയ സ്വീകരണമാണ് ആസിഫ് അലിക്ക് കോളേജിൽ ലഭിച്ചത്. ആസിഫ് അലി ഇപ്പോൾ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. രമേശ് നാരായണുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അല്പസമയത്തിനകം പ്രതികരിക്കാമെന്നാണ് ആസിഫ് അലി അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ എറണാകുളത്ത് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നു. അവിടെ നിന്നുള്ള തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കാണുന്നത്. ആസിഫ് അലിക്കൊപ്പം അമല പോളും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അമല പോൾ വേദിയിലേക്ക്. നേരത്തെ ആസിഫ് അലി സംസാരിച്ചിരുന്നു. രമേശ് നാരായണ വിഭാഗത്തിലേക്കുള്ള പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. പരിപാടിക്ക് ശേഷം പ്രതികരിക്കാമെന്നാണ് ആസിഫ് അലി അറിയിച്ചത്. ഉപഹാര ദാനവുമായി ബന്ധപ്പെട്ട് ആസിഫ് അലി അവഹേളിച്ചതിന്റെ പേരിൽ രമേശ് നാരായണൻ വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. തൊട്ടുപിന്നാലെ അദ്ദേഹം അതിൽ ഖേദപ്രകടനം നടത്തി. ഇപ്പോൾ ഫെഫ്ക രമേശ് നാരായണനോട് വിശദീകരണം തേടിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. അതിന് പിന്നാലെയാണ് ആസിഫ് അലി ഇപ്പോൾ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണെന്ന് അറിയേണ്ടതുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അല്പസമയത്തിനകം അതുണ്ടാകും. എറണാകുളത്ത് സെന്റ് ആൽബർട്ട് കോളേജിൽ നടക്കുന്ന പരിപാടിയിലാണിപ്പോൾ ആസിഫ് അലി പങ്കെടുക്കുന്നത്. ഒരു സിനിമ പ്രൊമോഷൻ കൂടി അതിന്റെ ഭാഗമായി അവിടെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ സ്വീകരണമാണ് സെന്റ് ആൽബർട്ട്സ് കോളേജിൽ എത്തുമ്പോൾ. പഠിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ, ബോയ് ഫ്രണ്ട്സിന്റെ കൂടെ ചാറ്റ് എത്ര പേരുണ്ട് ഇപ്പൊ അങ്ങനത്തെ സ്ലീപ്ലെസ് നൈറ്റ്സിലൂടെ പോകുന്നവര്? So next time it's going to be when you all become parents. അപ്പം enjoy. This is the best time anybody can go through in their life. അപ്പൊ എല്ലാവരും enjoy ചെയ്യാം. Do what makes you happy. Be wild. Be crazy. Enjoy. And also watch Level Cross. ഞങ്ങളുടെ ഒരു കൊച്ചു ഫിലിം ലെവൽ ക്രോസ് എന്ന ഫിലിമിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് വന്നത്. ആൻഡ് മൈ ബ്യൂട്ടിഫുൾ co-star ആസിഫ് അലി, മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓൾസോ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ he faced a very difficult situation in his life and I'm so proud of him. I'm so
ആസിഫ് അലിക്ക് വലിയ പിന്തുണയുണ്ടാകുന്നു. വി ആർ വിത്ത് ആസിഫ് അലി എന്നുള്ള പ്ലക്കാർഡുകൾ ഉയർത്തുന്നുണ്ട് കുട്ടികൾ അവിടെ. എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിലെ പരിപാടിയിലാണിപ്പോൾ നടൻ ആസിഫ് അലി പങ്കെടുക്കുന്നത്. നടി അമല പോളും ഒപ്പമുണ്ട്. കഴിഞ്ഞ ദിവസം ആസിഫ് അലിക്ക് നേരിടേണ്ടി വന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കുട്ടികൾ ആസിഫ് അലിക്ക് ഐക്യദാർഢ്യം അറിയിക്കുന്നത്. അമല പോൾ ആ വിഷയം ഇപ്പോൾ വേദിയിൽ സംസാരിച്ചപ്പോൾ പരാമർശിച്ചിരുന്നു. ആസിഫ് അലിയുടെ പ്രതികരണം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേർന്നു. നിതിൻ, ആസിഫ് അലിക്ക് വലിയ സ്വീകരണമാണല്ലോ ലഭിച്ചത്. അവിടെ എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ആസിഫ് അലിക്ക് ഇപ്പോൾ വൻ സ്വീകരണമാണ് സെന്റ് ആൽബർട്ട്സ് കോളേജിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ഒന്നടങ്കം ആസിഫ് അലിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വി ആർ വിത്ത് ആസിഫ് അലി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ആസിഫ് അലിയെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഈ വിവാദമുണ്ടായത്, രമേശ് നാരായണ ബന്ധപ്പെട്ട വിവാദം. ഒരുപക്ഷെ ശേഷം ആസിഫ് അലി ഈ വിവാദങ്ങളിൽ പ്രതികരിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സെന്റ് ആൽബർട്ട്സ് കോളേജിലെ ലെവൽ ക്രോസ് എന്ന ചിത്രത്തിന്റെ ാണ് ഇപ്പോൾ ആസിഫ് അലി സെന്റ് ആൽബർട്ട്സ് കോളേജ് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ പരിപാടിക്ക് ശേഷം വിവാദങ്ങളിൽ പ്രതികരിക്കുമെന്ന് ആസിഫ് അലി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വിദ്യാർത്ഥികളാണ് ഇപ്പോൾ കോളേജിൽ ആസിഫ് അലിക്ക് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചു, വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളെല്ലാം തന്നെ വലിയ ആവേശത്തോടെ ആസിഫ് അലിക്ക് സെന്റ് ആൽബർട്ട്സ് കോളേജിൽ സ്വീകരണം നൽകിയിരിക്കുന്നത്. ഉന്മേഷ്, നിതിൻ അംബുജനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ നടൻ ആസിഫ് അലി ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. പുതിയ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ പരിപാടി കൂടിയാണത്. അതിനു വേണ്ടിയിട്ടാണ് ആസിഫ് അലിയും അമല പോളും എത്തിയത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ദൗർഭാഗ്യകരമായ സംഭവവുമായി ബന്ധപ്പെട്ട് ആസിഫ് അലിക്ക് ഇപ്പോൾ കുട്ടികൾ ഐക്യദാർഢ്യം അറിയിക്കുന്നുണ്ട്. അവർ ബോർഡുകൾ ഉയർത്തുന്നു. വി ആർ വിത്ത് ആസിഫ് അലി എന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഐക്യദാർഢ്യം അറിയിക്കുന്നു. ആസിഫ് അലി ഇപ്പോഴും പരിപാടിയിൽ തുടരുകയാണ്. നേരത്തെ അവിടേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഈ വിഷയത്തിൽ പ്രതികരണം ആരാഞ്ഞിരുന്നു മാധ്യമപ്രവർത്തകർ. ഞാൻ പരിപാടിക്ക് ശേഷം പ്രതികരിക്കാമെന്നാണ് ആസിഫ് അലി പറഞ്ഞത്. സ്വാഭാവികമായും ആ ചടങ്ങ് പൂർത്തിയായി കഴിഞ്ഞാൽ ആസിഫ് അലിയുടെ പ്രതികരണം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വേദിയിൽ നേരത്തെ സംസാരിച്ച അമല പോൾ ആ വിഷയം പരാമർശിച്ചിരുന്നു. ആസിഫ് അലിക്കുള്ള ഐക്യദാർഢ്യം അറിയിക്കുകയും ചെയ്തു. ക്യാമ്പസിലെ കുട്ടികളും ആസിഫ് അലിക്ക് ഇപ്പോൾ ഐക്യദാർഢ്യം അറിയിക്കുന്നുണ്ട്. നിതിൻ അംബുജൻ അവിടെ തുടരുന്നുണ്ട്. നിതിൻ, ആസിഫ് അലി പരിപാടിക്ക് ശേഷം പ്രതികരിക്കാമെന്നാണല്ലോ അറിയിച്ചിരിക്കുന്നത്, അല്ലേ? ഉന്മേഷ്, അത്തരത്തിൽ തന്നെയാണ് ആസിഫ് അലി വിവാദങ്ങളിൽ പരിപാടിക്ക് ശേഷം പ്രതികരിക്കാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ആദ്യം തന്നെ ആസിഫ് അലിയോട് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടിയിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ താനിപ്പോൾ സംസാരിക്കാനില്ല, പരിപാടിക്ക് ശേഷം പറയാമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വിവാദത്തിന് ശേഷം ആസിഫ് അലി പങ്കെടുക്കുന്ന ആദ്യത്തെ പരിപാടിയാണ് ഇപ്പോൾ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ നടക്കുന്നത്. ആ പരിപാടിയിൽ ആസിഫ് അലിക്ക് വലിയ സ്വീകരണമാണ് കോളേജിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം നൽകിയിരിക്കുന്നത്. ഈ മാസം തിയേറ്ററിൽ എത്തുന്ന ലെവൽ ക്രോസ് എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായുള്ള പരിപാടിക്കാണ് ആസിഫ് അലിക്ക് വലിയ സ്വീകരണം നൽകിയിരിക്കുന്നത്. ആസിഫ് അലി അല്പസമയം തന്നെ സംസാരിച്ചു. പക്ഷേ ആ സംസാരിക്കുന്ന ഘട്ടത്തിൽ തന്നെ വിവാദങ്ങളിൽ ആസിഫ് അലി എന്തെങ്കിലും അത് തൊടാതെയാണ് ഇന്നിപ്പോൾ ഈ പ്രൊമോഷൻ പരിപാടിയിൽ അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും മാധ്യമങ്ങളോട് ഈ വിഷയങ്ങളിൽ വിവാദങ്ങളിൽ എന്തായാലും പ്രതികരിക്കാമെന്ന് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പരിപാടിയിൽ വലിയ സ്വീകരണമാണ് ഇപ്പോൾ ആസിഫ് അലിക്കും അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും നൽകിയിരിക്കുന്നത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നടൻ ആസിഫ് അലി ഇപ്പോൾ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നു. ആസിഫ് അലിയുടെ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടി കൂടിയാണ് അത്. ആസിഫ് അലി പ്രതികരിക്കുന്ന ഘട്ടത്തിൽ അതിലേക്ക് എത്താം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. മലപ്പുറം പൊന്നാനിയിൽ 2 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു. പൊന്നാനി കുറ്റിക്കാട് മേഖലയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. പൊന്നാനി കുറ്റിക്കാട് മേഖലയിൽ 1200 പേരുടെ രക്തസാമ്പിൾ ശേഖരിച്ചു നടത്തിയ പരിശോധനയിലാണ് 2 പേർക്ക് കൂടി മലമ്പനി സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ യുവതിക്ക് രോഗം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആരോഗ്യപ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരുന്നു. 4 പേരടങ്ങുന്ന ആരോഗ്യപ്രവർത്തകരുടെ 10-അംഗ സംഘം വീടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയാണ്. ശക്തമായ പനി, തലവേദന, അമിതമായ വിയർപ്പ് എന്നീ ലക്ഷണങ്ങളുള്ളവർ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യപ്രവർത്തകർ അറിയിച്ചു. 24 തിരൂർ. മലപ്പുറത്തേക്ക് തന്നെയാണ് അടുത്ത വാർത്തയ്ക്ക് വേണ്ടി. മലപ്പുറം കൊണ്ടോട്ടിയിൽ സ്കൂൾ വാൻ മറിഞ്ഞ കുട്ടികൾ ഉൾപ്പെടെ 11 പേർക്ക് പരിക്കേറ്റു. ആലുവയിൽ ദേശീയപാതയിൽ കാറുമായി കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കളമശ്ശേരിയിൽ പിതാവും മകനും വാഹനാപകടത്തിൽപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങളും ഇന്ന് പുറത്തുവന്നു. മലപ്പുറം മുസ്ലിയാരങ്ങാടി കുമ്പളപ്പറമ്പിലെ ABC സ്കൂളിന്റെ വാഹനമാണ് മറിഞ്ഞത്. ഡ്രൈവറും അധ്യാപികയും 7 കുട്ടികളും വാഹനത്തിലുണ്ടായിരുന്നു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല.
കളമശ്ശേരി TVS ജംഗ്ഷൻ സിഗ്നലിൽ ഇന്നലെയാണ് സ്കൂട്ടർ യാത്രികരായ പിതാവിനെയും മകനെയും കാറ് ഇടിച്ചു തെറിപ്പിച്ചത്. കളമശ്ശേരി NAD സ്വദേശികളായ ഇരുവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആലുവ ദേശീയപാത ബൈപ്പാസിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രികനായ പാലക്കാട് സ്വദേശി അജിത്തിന് ജീവൻ നഷ്ടമായി. പുലർച്ചെയായിരുന്നു അപകടം. കോഴിക്കോട് മുക്കത്ത് മദ്യലഹരിയിൽ ബൈക്ക് ഓടിച്ച് അപകടത്തിൽപ്പെട്ടതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. മഴ ദിവസമാണ്, എല്ലായിടത്തും മഴയുണ്ട്. വിവിധ ജില്ലകളിൽ നിന്ന് ഇപ്പോഴും പ്രേക്ഷകർ മഴ വിവരങ്ങൾ അറിയിക്കുന്നുണ്ട്. റിഹാൻ അറിയിക്കുന്നുണ്ട്, വയനാട്ടിൽ പനമരത്ത് നല്ല മഴയാണ്, വെള്ളം കയറുന്ന സ്ഥിതിയാണ് എന്ന് പറയുന്നുണ്ട്. കാസർഗോഡ് നല്ല മഴയാണെന്ന് അഭിനവ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ ഹെവി റെയിൻ എന്നാണ് സാനിയ വിൽസൺ അറിയിക്കുന്നത്. അങ്ങനെ കണ്ണൂരിലെ മഴ, വിവിധ ജില്ലകളിൽ നിന്നുള്ള മഴ വിവരങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മെ. നാളെ ഉമ്മൻചാണ്ടിയുടെ സ്മൃതി ദിനം. തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടിയുടെ മെഴുക് പ്രതിമ അനാച്ഛാദനം വികാര നിർഭരമായി. ഉമ്മൻചാണ്ടി ജീവനോടെ അടുത്തു നിൽക്കുന്ന പ്രതീതിയെന്ന് ഭാര്യ മറിയാമ്മ ഉമ്മൻ. പ്രതിമകൾക്ക് പകരം വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം എന്നാണ് തന്റെ നിലപാടെന്ന് മകൻ ചാണ്ടി ഉമ്മൻ പറഞ്ഞു. നിൽക്കുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കൊപ്പമാണ്. കയ്യിൽ ഒരു പേനയുണ്ട്, കുറേ കടലാസുകളുമുണ്ട്. ഒറിജിനലിനെ വെല്ലുന്ന മെഴുകു പ്രതിമയാണിത്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ ഉമ്മൻചാണ്ടി മുന്നിൽ വന്നു നിൽക്കുന്നുവെന്നേ തോന്നൂ. ജീവൻ തുടിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ മെഴുകുപ്രതിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് സുനിൽ വാക്സ് മ്യൂസിയം മാനേജിംഗ് ഡയറക്ടറായ സുനിൽ കണ്ടല്ലൂർ. ഉമ്മൻചാണ്ടി ഒരു വർഷമായി ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നുവെന്ന് മറിയാമ്മ ഉമ്മൻ. പെട്ടെന്ന് ഈ ഒരു പ്രതിമ കാണുമ്പോഴത്തേക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഊർജ്ജസ്വലനായി സന്തോഷമായി ഞങ്ങൾ ജീവിച്ച ഉമ്മൻചാണ്ടി എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. പ്രതിമകൾക്ക് പകരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് മകൻ ചാണ്ടി ഉമ്മൻ MLA. പൊതുവെ പ്രതിമ വേണ്ട എന്നുള്ളൊരു നിലപാടാണ് എനിക്കുള്ളത്. ഇടുക്കിയിലെ കഞ്ഞിക്കുഴിയിൽ ഉമ്മൻചാണ്ടി കോളനിയിൽ ചെന്നപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് അവരുടെ ഒരു പ്രതിമ വേണം എന്നുള്ളതാണ്. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, പ്രതിമയെക്കാട്ടിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ഉമ്മൻചാണ്ടി കോളനിയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഞാൻ അന്ന് തന്നെ വാക്ക് കൊടുത്തതാണ്. പ്രതിമയ്ക്ക് മുന്നിൽ മകൾ മറിയ ഉമ്മൻ വിങ്ങിപ്പൊട്ടി. പത്ത് വർഷം മുൻപാണ് മെഴുകുപ്രതിമ തയ്യാറാക്കാനായി ഉമ്മൻചാണ്ടിയുടെ അളവുൾപ്പെടെ ശേഖരിച്ചത്. പൂർത്തിയാക്കിയ മെഴുകുപ്രതിമ നാളെ പുതുപ്പള്ളിയിൽ പ്രദർശിപ്പിക്കും. ക്യാമറമാൻ മനീഷ് VS-നൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. തിരുവമ്പാടിയിലെ KSEB ജീവനക്കാർക്കെതിരെ നടപടി പാടില്ല എന്ന് ഹൈക്കോടതി. KSEB ജീവനക്കാരുടെ ഹർജിയിലാണ് ഹൈക്കോടതി ഇടപെടൽ. ഓഫീസ് ആക്രമിച്ച അജ്മലിന്റെ മാതാവിന്റെ പരാതിയിൽ ജീവനക്കാർക്കെതിരെ കേസെടുത്തിരുന്നു. IAS ഉദ്യോഗസ്ഥർക്ക് മാറ്റം. അർജുൻ പാണ്ഡ്യൻ തൃശൂർ ജില്ലാ കളക്ടറാകും. വീണ N മാധവന് ലേബർ കമ്മീഷണറായി നിയമനം. R ശ്രീലക്ഷ്മിയെ ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസറായി നിയമിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും റെക്കോർഡിൽ. പവന് 720 രൂപ വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന് 55,000 രൂപയായി. ഗ്രാമിന് 90 രൂപ കൂടി. 2 ദിവസത്തിനിടെ പവന് കൂടിയത് 1000 രൂപ. തിരുവനന്തപുരം നന്ദിയോട് ആലമ്പാറയിൽ പടക്ക വിൽപ്പനശാലയ്ക്ക് തീപിടിച്ചു. ശ്രീമുരുക പടക്കക്കടയ്ക്കാണ് തീപിടിച്ചത്. പരിക്കേറ്റ ഷിബുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കോട്ടയം കളക്ടറേറ്റിന് സമീപത്തുള്ള പോസ്റ്റ് ഓഫീസ് കത്തിനശിച്ചു. രാത്രിയുണ്ടായ തീപിടുത്തം രാവിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. കമ്പ്യൂട്ടറുകളും രേഖകളും കത്തിനശിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണം പിടികൂടി. 2 യാത്രക്കാരിൽ നിന്നായി പിടികൂടിയത് 667 ഗ്രാം സ്വർണം. കേരളത്തിന്റെ വികസനത്തിനായി ക്രിയാത്മക ചർച്ചകൾക്ക് തുടക്കമിടുക എന്ന ലക്ഷ്യത്തോടെ 2 വർഷം മുൻപ് ആരംഭിച്ച വാല്യൂ പ്ലസ് എന്ന ആശയവിനിമയ പരിപാടി 100ാം എപ്പിസോഡിലേക്ക് 24ന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ആരംഭിച്ച പരിപാടിയിൽ ഇതിനോടകം വിവിധ മേഖലകളിൽ നിന്ന് നിരവധി പ്രമുഖർ തങ്ങളുടെ വികസന സ്വപ്നങ്ങൾ പങ്കുവച്ചു. രാഷ്ട്രീയ, സാമൂഹിക, വ്യവസായ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരെ പങ്കെടുപ്പിച്ചുള്ള പാനൽ ചർച്ചയിലൂടെയാണ് ഇന്ന് തിരുവനന്തപുരത്ത് വാല്യൂ പ്ലസിന്റെ 100ാം എപ്പിസോഡ്. നമസ്കാരം.
ക്രിയാത്മകമായ സംവാദത്തിലൂടെ കാഴ്ചക്കാരിലേക്ക് മൂല്യങ്ങളും ആശയങ്ങളും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 24ന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ വാല്യൂ പ്ലസ് പരിപാടി ആരംഭിക്കുന്നത്. ആദ്യ എപ്പിസോഡുകൾ കണ്ടത് 1.5 മില്യണിലേറെ പേർ. പിന്നീട് വന്ന ഓരോ എപ്പിസോഡുകളും പ്രേക്ഷകർ ഏറ്റെടുത്തു. പരിപാടിയിലെ പ്രസക്തമായ റീൽസ് ലക്ഷക്കണക്കിന് പേർ കാണുകയും പങ്കുവയ്ക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. മന്ത്രിമാരും രാഷ്ട്രീയക്കാരും രാഷ്ട്രീയം പറയാതെ വികസന കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്തത് പുതുമയായി. വിവാദങ്ങളോ ക്ലിക്ക് ബൈറ്റുകളോ ഇല്ലാതെ പ്രേക്ഷകപ്രീതി നേടിയ വാല്യൂ പ്ലസിന്റെ കാഴ്ചക്കാരിലേറെയും യുവാക്കളാണ്. ചോദ്യങ്ങൾ വന്നു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒന്ന് മനസ്സിലായി, ഇത് കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടി, ഭാവിയെ സ്വപ്നം കാണാൻ വേണ്ടി, അത് അടുത്ത തലമുറയിലേക്ക് പ്രചോദനമായിട്ട് പടരാൻ വേണ്ടി ആസൂത്രണം ചെയ്തൊരു പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. വാല്യൂ പ്ലസ് അറ്റ് 100 എന്ന പേരിൽ ഒരു പാനൽ ചർച്ചയാണ് 100ാം എപ്പിസോഡിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. ടൂറിസം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്, വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ MD ഡോക്ടർ ദിവ്യ S. അയ്യർ, മുൻ MLA KS ശബരിനാഥൻ, ഫ്രഷ് ടു ഹോം സഹസ്ഥാപകനും COOയുമായ മാത്യു ജോസഫ്, ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ന്യൂ ഇനീഷ്യേറ്റീവ്സ് ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ്, ഫിൻഫ്ലുവൻസറും നിക്ഷേപകനുമായ ഷെരീഫ് ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചയിൽ ആശയസംവാദത്തിനായി വിദ്യാർത്ഥികളും ചേരുന്നു. തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടക്കുന്ന പരിപാടി പ്രേക്ഷകരിലേക്ക് ഉടനെത്തും. പോസിറ്റീവായ ഇൻഫർമേഷൻ കൊടുക്കുന്ന ചർച്ചകൾ നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്നത് നല്ലതാവും. അത്തരം കാര്യങ്ങൾ കൂടുതൽ നന്നായി വരിക എന്നുള്ളതാണ്. ഞാൻ മനസ്സ് തുറന്നിട്ട് സംസാരിച്ച വളരെ കുറഞ്ഞ ഇൻ്റർവ്യൂസിൽ വാല്യൂ പ്ലസ് ഇൻ്റർവ്യൂ ഒരെണ്ണമായിരുന്നു. ആളുകൾക്ക് നെഗറ്റീവ് വാർത്തകൾ കൂടുതൽ കാണാൻ താല്പര്യമുള്ളിടത്ത് ഈ പോസിറ്റീവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ന്യൂസിന് കാഴ്ചക്കാർ കുറഞ്ഞെങ്കിലും 100 എപ്പിസോഡ് അത് എത്തി എന്നുള്ളതാണ് ഈ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഭംഗി. ന്യൂസ് ഡെസ്ക് 24. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗുഡ് ആഫ്റ്റർനൂൺ. സമയം പൂർത്തിയാവുകയാണ്.